യെസ് ഗൈസ്, യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ യെസ് 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 ഗൈസ്, അടുത്തടിച്ചിരിക്കുകയാണ് ഗൈസ്. യെസ് യെസ് യെസ്, പറഞ്ഞ അടിയെന്ന് പറയേ, അടിച്ച്. യെസ് യെസ് ഗൈസ്, യെസ് യെസ് യെസ്. യെസ് യെസ് ഗൈസ്, ഇന്നത്തെ ഫസ്റ്റ് വരാല് നമ്മൾ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അങ്സയിലാണ് തന്നെ അടിച്ചു കയറ്റി. അങ്സയല്ല, നമ്മുടെ സിങ്ക. അങ്സയായിരുന്നു ഞാൻ ആദ്യം ഉപയോഗിച്ചത്, അത് കാരണം അങ്സ തന്നെയാണ് എൻ്റെ വായി വരുന്നത് കേട്ടോ. സിങ്ക നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതേ കിടക്കണം നമ്മുടെ ഫ്രോഗ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ വരാലിനെ ഊരിക്കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഫ്രോഗ് നോർമലായിട്ട് സെറ്റായിട്ടുണ്ട്. അടുത്ത വരാലിനെ ഇവത്തെ തന്നെ പിടിച്ച് കാണിച്ചു തരാം. കാര്യം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ 5 6 എണ്ണമൊക്കെ വെച്ച് അടിക്കും ചിലപ്പോൾ. അതേ ഉള്ളൂ, ചെറുതാണ് കേട്ടോ, ചെറിയ വരാല്. പക്ഷേ ഇത് നമ്മുടെ നാടനല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് കളയുന്നില്ല. കാരണം ഇത് നാടനല്ല, ഇത് വിയറ്റ്നാം വരാലാണ്. അത് നമ്മൾ വീട്ടിലാക്കി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്സയിലൊന്നും ചെയ്തില്ല, അങ്സയല്ല സിങ്കയിലൊന്നും ചെയ്തില്ല, നേരെ എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹുക്കപ്പായി. കണ്ടോ, അതാ ഇതാണ് സിങ്ക. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ നല്ല ഹുക്കപ്പാണ്, നാടൻ വരാലിൽ നല്ല ഹുക്കപ്പാണ്. കണ്ടോ ഹുക്ക് കയറിയിരിക്കുന്നതുണ്ടോ? ഹുക്ക് കയറിയിരിക്കുന്ന കാണുമ്പോഴൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും നാടൻ വരാൽ പിടിക്കാനും മീൻ പിടിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ടോ, ഈ സാധനം മേടിച്ച് ഉറപ്പാണ് ഗുണം ചെയ്യും. Yes guys, yes guys, yes 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 yes. സിങ്കയിൽ അടുത്തത് പറഞ്ഞോ, സിങ്കയിൽ നമ്മൾ എത്ര മീൻ പിടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചെറപറ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ സിങ്ക, ബ്രാവോയുടെ സിങ്ക. അത്യാവശ്യം വലിയ വരാൽ തന്നെയാണ് കേട്ടോ. നാടനാണോ വിയറ്റ്നാമാണെന്നൊക്കെ ആയിരിക്കും ഇനി പറയുന്നത്. ശരിക്കും ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നുന്നു. സിങ്ക വലിച്ചുകൊണ്ട് വരുമ്പോൾ പുറകെ വന്ന് അടിച്ചോളും. നമ്മൾ വലിച്ചങ്ങോട്ട് കരക്കോട്ട് കയറ്റി ഇട്ടാൽ മതി. വേണ്ട, ഫ്രോഗിനൊരു കുഴപ്പമില്ല. ഇന്നത്തെ 3ാമത്തെ വരാൽ നേരെ ഇത് ബാഗിലാക്കിയാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് മാത്രം നിന്നല്ല കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതെ, പറഞ്ഞ സാധനം തന്നെ പിന്നെയും പറയണമെന്ന് വിചാരിക്കണ്ട, ഒരു രക്ഷയില്ല കേട്ടോ. സിങ്ക, ബ്രാവോയുടെ സിങ്ക ഒരു രക്ഷയില്ല. കാരണം ഫ്രോഗിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. കിട്ടിയണമെങ്കിൽ കുറച്ച് മേടിച്ച് വെച്ചേക്കണം. കാരണം വരാലടിക്കണതിനൊരു പഞ്ഞോ ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ബ്രാവോയുടെ ബ്രൈഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്രാവോയുടെ പുതിയ ബ്ലാക്ക് ടിപ്പ് ബ്രൈഡാണ് 49 LV. അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ അടുത്തത് എത്രാമത്തെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടല്ലോ. സിങ്കയിൽ ചെറവറ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിങ്കയിൽ ഇതേ അടുത്തത് ഫ്രോഗിനൊരു ഉറപ്പുമില്ല. നമ്മളതേപോലെ ഇരി പള്ളി വറച്ചതിൻ്റെ അകത്തോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. മീൻ ചാടിപ്പോയിരിക്കും. അല്ല ഇങ്ങോട്ടോ. യെസ് യെസ് ഗൈസ്, നമുക്ക്
അടുത്ത സാധനം അടിച്ചിരിക്കുകയാണ്. ഹെവി സൈസാണ് കേട്ടോ. നമ്മുടെ ഓൾസേ സ്റ്റേജ് റോഡ് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഓൾസേ സ്റ്റേജ് റോഡ് കിഡിലനായിട്ട് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓൾസേ സ്റ്റേജ് റോഡ് അടിച്ചിരിക്കുന്ന മീൻ ഹെവി സൈസ് ഒരു വരാൽ കണ്ടോ? ഒരു രക്ഷയില്ല മറ്റേ വരാൽ. ഹെവി സൈസ് എന്ന് വെച്ചാൽ ഹെവി സൈസ് കണ്ടോ? അപ്പോൾ നമുക്ക് അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഇത്രയും നേരം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അങ്സ. പിന്നെ സാധനമല്ലേ, ഒരു രക്ഷയില്ല. അങ്സയിലാണ് അടിച്ചിരിക്കുന്നത്. വാല് കണ്ടോ? നല്ല പവറാണ് കേട്ടോ ഇവന്മാർക്ക്. ഇത് അപ്പോൾ നിങ്ങൾ വരാൽ പിടിക്കാനായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു എനിക്ക് പറയാനില്ല. എൻ്റെ സജഷൻ അങ്സ ആയിരിക്കും കേട്ടോ. അന്യായ സാധനം. അതെ, നമ്മൾ ഇവനെ എന്തായാലും ഒന്ന് ഊരിയിടാം. സൈസ് എന്ന് വെച്ചാൽ പറയാനില്ലാത്തത്ര സൈസ് കേട്ടോ. ഇന്ന് കിട്ടിയതിൽ ടോപ്പ് വരാലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്സ എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഗ്രീനെ തന്നെ ഇപ്പോൾ എത്രാമത്തെ മീനാണ് ഗൈസ്. നിങ്ങളിപ്പോൾ നമ്മൾ 1-2 ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം മീൻ അതേപോലെ ഉണ്ട്. ഓഹോ, മീനായിട്ട് തന്നെ ഒരു തിന്ന്. അപ്പോൾ അങ്സക്കറി കിടക്കുന്ന സാധനം ഇതൊക്കെ നമുക്ക് നീട്ടി വരാലാണ് കേട്ടോ. വിളിച്ച് നമ്മൾ പ്ലെയറൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് അടുത്ത കാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് ഡേ 2 ആണ്. ഫസ്റ്റ് മീൻ സിംഗിൾ കയറിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ ക്യാമറ ഓണാക്കാൻ മറന്നു പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടോ വരാൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാം. നല്ല സ്ട്രൈക്കുള്ള വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. കേസ് നമ്മൾ അതേപോലെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയായിരിക്കും, എങ്കിലും ഡേ 2 ആയതുകൊണ്ട് ഞാൻ പറയാണ്. ബ്രാവോയുടെ സിംഗ ഫ്രോഗ്, അതേപോലെ തന്നെ ബ്രാവോയുടെ ബ്രൈഡഡ് ലൈനാണ് കേട്ടോ. നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന റോഡ് ഓഷ്യൻ സ്റ്റേജും ഷിമാനോയുടെ സെഡോണ. കംപ്ലൈൻ്റ് ആയ സെഡോണ അല്ല കേട്ടോ. കംപ്ലൈൻ്റ് ആയത് നമ്മൾ റെഡിയാക്കാൻ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വേറെ സെഡോണ. അപ്പോൾ അടുത്ത കാസ്റ്റ് ചെയ്യാം കേട്ടോ. യെസ് യാ മോനെ. കിഡിലോസ്കി സാധനം അടിച്ചിട്ടുണ്ട്. അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഉണ്ടല്ലോ നമ്മുടെ സ്ഥിരം. അയ്യോ, ഒന്ന് അഴിച്ചേക്കട്ടെ കേട്ടോ ഗൈസ്. ഈവൻ ബ്രൈഡ് ചുറ്റി കൊള്ളാക്കും ഇനി അഴിച്ചില്ലെങ്കിൽ. അയ്യോ ഓല്ലടാ മോനെ. അപ്പോൾ അതെ, നമുക്ക് അടിച്ചിരിക്കുന്ന ഫ്രോഗ് ബ്രാവോയുടെ സിംഗ അല്ല, സിംഗയിലടിച്ച വരാൽ. അത്യാവശ്യം സൈസ് വരാൽ കേട്ടോ. എന്നാലും നമുക്ക് ഇവനെടുത്ത് നമ്മുടെ കിറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് കാസ്റ്റ് ചെയ്യാം. അടുത്തടിച്ചിരിക്കുകയാണ് ബ്രാവോയുടെ സിംഗ. യെസ്, ബ്രാവോയുടെ സിംഗയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത് നമുക്ക്. ഓ മൈ പോളി സാധനം മോനെ, ഹെവി സൈസ് സാധനം. വരാനുള്ള സൈസ് കണ്ടോ? ഒരു രക്ഷയില്ല, ഹെവി സൈസ് ആണ് അടിച്ചിരിക്കുന്ന ഫ്രോഗ് സിംഗ. ചെറുമീൻ വലുതാവും എത്രയെന്ന് അറിയത്തില്ല, അതേപോലെ സാധനം കേട്ടോ.
സിംഗ കണ്ടല്ലോ, പ്രാവോയുടെ സിംഗ. അയ്യോ അയ്യോ, വളർത്തു വരാലാണ് എങ്കിലും സൈസ് രക്ഷയില്ല. യെസ് ഗൈസ്, റീല് കംപ്ലൈൻ്റ് ആയിട്ടുള്ള റീലാണ് നമ്മുടെ. പക്ഷെ നമ്മൾ പിടിച്ച് കയറ്റി കേട്ടോ. നമ്മുടെ റീല് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. മീൻ അടിക്കാൻ വന്നപ്പോൾ റീല് കംപ്ലൈൻ്റ് ആയിപ്പോയതാണ്. പക്ഷേ നമ്മൾ അവനെ വിട്ടു കൊടുത്തില്ല കേട്ടോ. അങ്സയല്ല, സിംഗ, പ്രാവോടെ സിംഗ. നല്ല രീതിയിൽ പാടുപെട്ടെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീലിൻ്റെ ഹാൻഡിലിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റി. ആ സമയത്താണ് കേട്ടോ മീൻകറി അടിച്ചത്. ഇത് നോക്കി, ബ്ലഡൊക്കെ വരുന്നുണ്ട്. സിംഗയിലടിച്ച വരാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാടനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഉണ്ടല്ലോ, സിംഗയിലാണ് അടിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട്. അതായത് ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ. ഫ്രോഗിനൊരു കുഴപ്പമില്ല, നൈസായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അടി ഞാൻ പറഞ്ഞ അടിയെന്ന് അടിച്ച് അങ്സയിൽ കണ്ട. നമുക്ക് ചെറിയ നാടൻ വരാൽ പിടിക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ചിലവർ പറയുമായിരിക്കും ഇത് ചെറുതല്ലേ തിരിച്ചു വിടണമെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ മറ്റേ എന്താ പറയുക, ഇതിൻ്റെ വെള്ള വയറുഭാഗം കണ്ടോ. ഇത് ശരിക്കും നമ്മുടെ നാടൻ വരാലല്ല, ഇത് വളർത്തു വരാൽ ചാടി വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഇവന്മാരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വരാൽ മൊത്തത്തിൽ വംശനാശം വരത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവന്മാരെ എടുക്കും കേട്ടോ. കിട്ടില്ല സാധനം. പറന്നടിക്കുന്ന മീനെന്ന് പറയാൻ, പറന്നടിക്കുന്ന സാധനം ഇത് കണ്ടായിരുന്നോ? പറന്നടിച്ചടാ. ഞാൻ പുറകെ വന്ന് ഒറ്റടി. ബ്രാവോയുടെ ഫ്രോഗ് ഒരു രക്ഷയില്ല കേട്ടോ. കില്ല സാധനം. ബ്രാവോയുടെ ഫ്രോഗും ബ്രാവോയുടെ ബ്രൈഡും. ബ്രാവോയുടെ സിംഗയിൽ നമുക്കിത് അടുത്ത വരാൽ കണ്ട. ബ്രാവോയുടെ ബ്രൈഡ്, ബ്രാവോയുടെ സിംഗ കണ്ട. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിംഗ ഫ്രോഗ് നാടൻ വരാൽ പിടിക്കാൻ നല്ല രാശിയുള്ള സാധനം. അവൻ്റെ വായിലിരിക്കണം നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ, നല്ല ഹൂക്കപ്പാണ് കേട്ടോ. കടിച്ചു പിടിച്ചിട്ട് പോലും ഫ്രോഗിന് ഒരു കുഴപ്പമില്ല കണ്ടോ. എടുത്ത് പറയേണ്ട സാധനം, ഫ്രോഗിന് ഒരു കുഴപ്പമില്ല. ബ്രാവോയുടെ സിംഗ. യെസ് ഗൈസ്, അടുത്തടിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, അടുത്തടിച്ചിരിക്കുകയാണ് കണ്ടോ. അതും നമ്മുടെ സിംഗ ഫ്രോഗ് തന്നെയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, സിംഗ ഫ്രോഗ് കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചറവറ വരാലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഗൈസ്, ഇത് നല്ലപോലെ വിഴുങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പണിയാണ്. പണി മീൻസ് നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ വരാനുള്ള ലിപ്പിൻ്റെ താഴത്തെ ചുണ്ടിയ വേണം നമ്മൾ ലിപ്പ് ഗ്രിപ്പർ ഇടാൻ. ഇത് കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും. കണ്ടോ,
അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഫ്രോഗിനെ ഊരിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോഗ് ഊരാൻ പോകുമ്പോൾ വരാൽ കുടയും നമ്മുടെ കയ്യിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സമയം കളയാനില്ല, ഇവനെയും നമ്മുടെ അടുത്തത് കില്ലോട്ട് ഇട്ടേ. ഉണ്ടല്ലോ, എല്ലാം നമ്മുടെ സിംഗാ ഫ്രോഗിൽ കിട്ടിയതാണ് കേട്ടോ. അല്ല, ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോഗിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. യെസ് ഗൈസ്, ഇത് അടുത്ത വരാൽ. അതും നമ്മൾ അടിച്ചിരിക്കുന്ന നമ്മുടെ സിംഗാ ഫ്രോഗിൽ തന്നെയാണ് കേട്ടോ. കണ്ടോ സാധനം? പെല്ലറ്റ് വരാലെന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം വളർത്ത് വരാൽ ചാടിപ്പോന്നാണ്. അതടിച്ചിരിക്കുന്നത് നമ്മുടെ സിംഗാ ഫ്രോഗ്. ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, വെറുതെ ഇരുന്ന് കൊടുത്തേ ഉള്ളൂ. വെറുതെ റിട്രീവ് ചെയ്തേണ്ട വരികയായിരുന്നു, നേരെ കയറി. നല്ല റിസൾട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പം ഒരുപാട് സ്ട്രൈക്ക് മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മീനടിക്കുന്നത് കേട്ടോ. നമ്മുടെ ബാഗിൻ്റെ അകത്ത് തന്നെ ഒരു കിറ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ടാണ് കേട്ടോ മീനിടുന്നത്. ഈ സമയമൊക്കെ നല്ല രീതിയിൽ മീനടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, മാക്സിമം പിടിക്കുക. അപ്പോൾ അതങ്ങനെ വീണ്ടും നമ്മുടെ സിംഗാ ഫ്രോഗ് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഇത്രയും മീനടിച്ചിട്ടും ഫ്രോഗിനൊരു കുഴപ്പമില്ല. ഇത് കണ്ടോ, അതെ അടുത്ത